My dear students, welcome to all. നമ്മൾ ഇന്ന് ഫോക്കസ് ഏരിയയെ ബേസ് ചെയ്തിട്ടുള്ള പാഠഭാഗങ്ങളാണ് പഠിക്കാൻ ആരംഭിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ യൂണിറ്റ് 2 മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി എന്ന പാഠത്തിൽ ഫോക്കസ് ഏരിയയിൽ പ്രധാനമായിട്ടും പരാമർശിക്കുന്ന പാഠഭാഗങ്ങൾ നമുക്ക് പഠിക്കാൻ നോക്കാം. അതിൽ 3 ഭാഗമാണ് പഠിക്കാനുള്ളത്. ഒന്ന്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രഡീഷണൽ പ്രിൻ്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ. രണ്ടാമത്, ഫങ്ഷൻസ് ഓഫ് മീഡിയ. മൂന്നാമത്തത്, മീഡിയ ലിറ്ററസി. എന്നിങ്ങനെ വളരെ ഹ്രസ്വമായ 3 ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ പരാമർശിക്കുക അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രഡീഷണൽ മീഡിയയാണ്. അപ്പോൾ ഈ ന്യൂ ജനറേഷനിലെ കുട്ടികൾക്ക് പലപ്പോഴും തെറ്റിദ്ധാരണ വരാറുണ്ട്. ട്രഡീഷണൽ മീഡിയ എന്ന് പറയുന്നത് ടെലിവിഷൻ, നിങ്ങളുടെ കാലഘട്ടത്തിൽ ട്രഡീഷണലായിട്ട് തോന്നുന്നത് ടെലിവിഷനും പത്രമൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ നമ്മൾ അങ്ങനെയല്ല നോക്കേണ്ടത്. നമ്മൾ കൃത്യമായിട്ടൊരു നിർവചനം അതിന് കൊടുത്തിട്ടുണ്ട്. ട്രഡീഷണൽ മീഡിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫോൾക്ലോർസ് ആണ്. അതിന് കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് മനസ്സിലേക്ക് ഹൃദയസ്ഥമാകും. ട്രഡീഷണൽ മീഡിയയ്ക്ക് ഉദാഹരണങ്ങളാണ് തെയ്യം, തിറ, ചവിട്ട് നാടകം, പുള്ളുവൻ പാട്ട്, തുമ്പിതുള്ളൽ, കളംപാട്ട്, ബലിക്കളം, കക്കാരശ്ശി നാടകം, കളമെഴുത്ത്, നാഗപ്പാട്ട്, ഒപ്പന, കോൽക്കളി, ദഫ്മുട്ട്, അർബനമുട്ട്, മുടിയേറ്റ്, മാർഗംകളി, ഗഡിക, പരിചമുട്ട്, കൊയ്ത്തുപാട്ട്, ഇവയൊക്കെയാണ് ട്രഡീഷണൽ മീഡിയയിൽ വരുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ടെക്സ്റ്റിൽ ഓരോ മീഡിയയെക്കുറിച്ച് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഫോക്കസ് ഏരിയയിൽ അതിൻ്റെ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രഡീഷണൽ മീഡിയയാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രഡീഷണൽ മീഡിയ. ഇതിൽ ഒന്നാമത്തെ സവിശേഷതയായിട്ട് പറയുന്നത് പരമ്പരാഗത മാധ്യമങ്ങളുടെ അവതരണ സ്ഥലങ്ങൾ ചിരപരിചിതവും സൗഹൃദപരവുമായിരിക്കുമെന്നാണ്. അതായത് ദ സ്റ്റേജ് ഫോർ പെർഫോമൻസ് ഫോർ ട്രഡീഷണൽ ആർട്ട് ഫോംസ് ഈസ് നാച്ചുറൽ, നോൺ ആൻഡ് ഫ്രണ്ട്ലി. അത് വളരെ സ്വാഭാവികമായൊരു ചുറ്റുപാടിലായിരിക്കും, നമുക്ക് വളരെ പരിചിതമായൊരു ചുറ്റുപാടായിരിക്കും, അത് വളരെ സൗഹൃദപരമായ ഒരു സ്ഥലത്തായിരിക്കും. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഒപ്പന. നമ്മൾ ഒപ്പന പെർഫോം ചെയ്യുന്നത് വിവാഹം നടക്കുന്ന വീടുകളിൽ, അത് വീട് നമുക്ക് പരിചിതമായൊരു സ്ഥലമാണ്. ഇറ്റ്സ് നോൺ ആൻഡ് ഇറ്റ്സ് വെരി നാച്ചുറൽ. അതിനുവേണ്ടി പ്രത്യേക സെറ്റൊന്നും ഇടുന്നില്ല. സിനിമയിലെ പോലെയല്ല നമ്മൾ സാധാരണഗതിയിൽ അതിൻ്റെ ഇപ്പോൾ കൊയ്ത്തുപാട്ട്, അതിൻ്റെ ഒന്ന് സെറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അത് വളരെ നാച്ചുറലാണ്, നോൺ അഥവാ പരിചിതമാണ്, ആൻഡ് വെരി ഫ്രണ്ട്ലി അഥവാ വളരെ സൗഹൃദപരമായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് മനസ്സിലായി, ഇറ്റ് ഈസ് നോൺ, നാച്ചുറൽ ആൻഡ് ഫ്രണ്ട്ലി. അടുത്ത പോയിൻ്റ്, കലാകാരന്മാരും കാഴ്ചക്കാരും പരസ്പരം പരിചയമുള്ളവരായിരിക്കും. ദ പെർഫോമേഴ്സ് ആൻഡ് ദ ഓഡിയൻസ് ആർ നോട്ട് ടു ഈച്ച് അതർ. അതിനുവേണ്ടി പ്രത്യേക ആളുകളെ ഹയർ ചെയ്ത് ഒരുപാട് ദൂരസ്ഥലത്ത് നിന്ന് കൊണ്ടുവരിക എന്നല്ല ചെയ്യുന്നത്. ഒരു വളരെ പരിചിതമായ ചുറ്റുപാടുകളിൽ താമസിക്കുന്ന കുറച്ച് ആളുകൾ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് തമ്മിൽ അറിയാമായിരിക്കും. ദേ ആർ നോട്ട് ടു ഈച്ച് അതർ. അടുത്താണ്, ഇതിൻ്റെ ഉള്ളടക്കം വളരെ ലളിതവും പരിചിതവുമായിരിക്കും. അതായത് ദി കണ്ടൻസ് ആർ സിമ്പിൾ ആൻഡ് ഫെമിലിയർ. വളരെ ലളിതമായിരിക്കും, നമുക്ക് പരിചിതമായ കാര്യങ്ങൾ തന്നെയാണ്. ഗ്രഹിക്കാനാവാത്ത അതിസങ്കീർണമായ കാര്യങ്ങളൊന്നുമല്ല ഇതിൽ വരുന്നത്. അടുത്തത്, പരമ്പരാഗത മാധ്യമങ്ങൾ ജനങ്ങളെ മടുപ്പിക്കുന്നില്ല. അൺലൈക്ക് അതർ മോഡേൺ മീഡിയ, പീപ്പിൾ നെവർ ഗെറ്റ് ടയേർഡ് ഓഫ് ദീസ്. അതായത് ഇത് കാണുമ്പോൾ ആളുകൾക്ക് മടുപ്പുണ്ടാകുന്നില്ല. ഒപ്പന കാണുമ്പോൾ മടുപ്പുണ്ടാകുന്നില്ല. കൊയ്ത്തുപാട്ട്, ദഫ്മുട്ട് കാണുമ്പോൾ മടുപ്പുണ്ടാകുന്നില്ല. അടുത്തതാണ്, അവതരണങ്ങൾ സാന്ദർഭികവും തത്സമയ നിർമ്മിതികളുമായിരിക്കും. ഒരു സാഹചര്യത്തെ ബേസ് ചെയ്തിട്ടുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. വർഷങ്ങളെടുത്ത് അല്ലെങ്കിൽ മാസങ്ങളെടുത്ത് റിഹേഴ്സൽ ചെയ്തൊന്നും ഉണ്ടാക്കുന്നതല്ല. ദ പെർഫോമൻസസ് ആർ സ്പോണ്ടേനിയസ് ആൻഡ് മോസ്റ്റ് ഓഫൺ മെയ്ഡ് ഓൺ ദ സ്പോട്ട്. ഒരു സാന്ദർഭികമായിട്ട്
ഉണ്ടാകുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഓൺ ദ സ്പോട്ടിലാണ് ഇതിൻ്റെ ഉള്ളടക്കം ഉണ്ടാക്കുന്നത്. അടുത്താണ് കാണികളുടെ നിലവാരത്തിനനുസരിച്ച് കലാകാരന് അവതരണത്തിൽ മാറ്റം വരുത്തുക. The performer can make changes in the content according to the level of the audience. കാഴ്ചക്കാരുടെ ലെവൽ അനുസരിച്ചിട്ട് ഇതിൻ്റെ കണ്ടൻറ്റിൽ ഇപ്പോൾ ഒരു പ്രദേശത്ത് ചെയ്യുന്ന ഒരു നാടൻ കല വേറൊരു പ്രദേശത്തെത്തുമ്പോൾ ആ പ്രദേശത്തെ പ്രേക്ഷകന് അനുയോജ്യമായ രീതിയിൽ മാറ്റാൻ പറ്റുന്നതാണ്. നമുക്കങ്ങനെ സിനിമയൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റ് അതിന് ഫൈനൽ പ്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റുക എന്നുള്ളത് വളരെ ചിലവേറിയതും ടൈം കൺസ്യൂമിങ് ആയതും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇതിനകത്ത് അങ്ങനത്തെ വിഷയം വരുന്നില്ല. പെട്ടെന്ന് തന്നെ മാറ്റം വരുത്താവുന്ന ഉള്ളടക്കമാണ്. അതുപോലെ തന്നെ പരമ്പരാഗത കലാരൂപങ്ങളും നാടൻ കലാരൂപങ്ങളും കാണികളെ ആകർഷിക്കുന്നതിനായിട്ട് നൃത്തം, സംഗീതം, പാട്ടുകൾ, നാടകം എന്നിവയ്ക്ക് ഇടകലർത്താറുണ്ട്. ദ ട്രഡീഷണൽ ആർട്സ് ആൻഡ് ഫോൾക്ക് ആർട്സ് combine several art forms like dance, music, songs and theatre to attract audience. അപ്പോൾ ഒന്നുകൂടി ഇത് നമുക്ക് സമ്മറൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ദ സ്റ്റേജ് ഫോർ പെർഫോമൻസ് ഓഫ് ട്രഡീഷണൽ ആർട്ട് ഫോംസ് ആർ നാച്ചുറൽ, നോൺ ആൻഡ് ഫ്രണ്ട്ലി. പരമ്പരാഗത മാധ്യമങ്ങളുടെ അവതരണ സ്ഥലങ്ങൾ ചിരപരിചിതവും സൗഹൃദപരവുമായിരിക്കും. കലാകാരന്മാരും കാഴ്ചക്കാരും പരസ്പരം പരിചയമുള്ളവരായിരിക്കും. The performers and the audience are known to each other. Third one is ഉള്ളടക്കം ലളിതവും പരിചിതവുമായിരിക്കും. The contents are simple and familiar. പരമ്പരാഗത മാധ്യമങ്ങൾ ജനങ്ങളെ മടുപ്പിക്കുന്നില്ല. Unlike other modern media, people never get tired of this. അവതരണങ്ങൾ സാന്ദർഭികവും തത്സമയ നിർമ്മിതികളുമായിരിക്കും. The performances are spontaneous and most often made on the spot. അവതരണങ്ങൾ സാന്ദർഭികവും തത്സമയ നിർമ്മിതികളുമായിരിക്കും. The performances are spontaneous and most often made on the spot. കാണികളുടെ നിലവാരത്തിനനുസരിച്ച് കലാകാരന് അവതരണത്തിൽ മാറ്റം വരുത്താവുന്നതാണ്. The performer can make changes to the content according to the level of the audience. And the last point is traditional arts and folk arts combine several art forms like dance, music, songs and theatre to attract audience. പരമ്പരാഗത കലാരൂപങ്ങളും നാടൻ കലാരൂപങ്ങളും കാണികളെ ആകർഷിക്കുന്നതിനായിട്ട് നൃത്തം, സംഗീതം, പാട്ടുകൾ, നാടകം എന്നിവയൊക്കെ ഇടകലർത്താറുണ്ട്. ഇത്രയുമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രഡീഷണൽ മീഡിയ അഥവാ പരമ്പരാഗത മാധ്യമങ്ങളുടെ സവിശേഷതകളായി നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് അച്ചടി മാധ്യമങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യമായിട്ട് നമ്മൾ പത്രങ്ങളുടെ സവിശേഷതയാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ പോയിൻ്റാണ് വാർത്താധിഷ്ഠിത ഉള്ളടക്കത്തിനുള്ള മേൽക്കൈ, പ്രിഡോമിനൻസ് ഓഫ് ന്യൂസ് ഓറിയൻറ്റഡ് കണ്ടൻറ്റ്. വർത്തമാന പത്രങ്ങളുടെ ഉള്ളടക്കം 3 തരത്തിലാണ്. വാർത്തകൾ, കാഴ്ചപ്പാടുകൾ, പരസ്യങ്ങൾ. ഇവയിൽ വാർത്തകൾക്കാണ് ഏറ്റവും പ്രാധാന്യം. കാരണം പ്രാഥമികമായി പത്രങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് വാർത്തകളുടെ പ്രചരണമാണ്. There are 3 types of content in newspapers: news, views and advertisements. And of this, news overshadows the others because newspapers are primarily meant for the dissemination of news. Second point is കൃത്യമായ ഇടവേളകൾ, റെഗുലർ പീരിയോഡിസിറ്റി. പത്രങ്ങൾ ദിവസം തോറുമോ ആഴ്ച തോറുമോ അച്ചടിക്കപ്പെടുന്നു. കാലയളവിൽ മാറ്റമുണ്ടാകാമെങ്കിലും കൃത്യതയ്ക്ക് മാറ്റമുണ്ടാകാറില്ല. ഓരോ പത്രവും നിശ്ചിത ഇടവേളകളിൽ തന്നെ പുറത്തിറങ്ങുന്നു. ന്യൂസ് പേപ്പേഴ്സ് മേ ബി പബ്ലിഷ്ഡ് ഡെയിലി, വീക്ക്ലി. പീരിയോഡിസിറ്റി മേ വേരി ബട്ട് റെഗുലാരിറ്റി ഷുഡ് ബി കെപ്റ്റ്. Every newspaper keeps a particular regularity in publication. എല്ലാ പത്രങ്ങൾക്കും ഒരു റെഗുലാരിറ്റി ഉണ്ട്. ചിലത് ആഴ്ചയിലൊന്ന് അച്ചടിക്കുന്നതായിരിക്കാം, ചിലത് എല്ലാ ദിവസവുമായിരിക്കാം, മാസത്തിലൊന്ന് അച്ചടിക്കുന്നവയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് അതിന് റെഗുലർ പീരിയോഡിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഭാവി ഉപയോഗത്തിന് സൗകര്യപ്രദം, ഫ്യൂച്ചർ റെഫറൻസ് ഫെസിലിറ്റി. അച്ചടി മാധ്യമം എന്ന നിലയിൽ പത്രങ്ങൾ ഭാവിയിലേക്കായിട്ട് സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കുന്നു. ഈ സവിശേഷത വർത്തമാന പത്രങ്ങളെ ചരിത്ര ഗവേഷണത്തിൻ്റെ മുഖ്യ ഉറവിടമാക്കി മാറ്റുന്നു.
അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സംശയം വന്നേക്കാം, മറ്റ് മാധ്യമങ്ങൾ അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ലേ എന്നുള്ളത്. ഒരു പക്ഷേ ഇപ്പോൾ ഇലക്ട്രോണിക് മീഡിയയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഓൺലൈനായിട്ട് പല മീഡിയാസും ലഭ്യമാണ്. പക്ഷെ അവിടെയും നമുക്ക് അത് വളരെ ചിലവേറിയതും വളരെ സ്പേസ് വേണ്ടതുമായ ഒരുപാട് GB ഒക്കെ ആവശ്യമായിട്ട് വരും. പ്രത്യേകിച്ച് ടെലിവിഷനിലൊക്കെ ആണെങ്കിൽ ന്യൂസ് ചാനലിലൊക്കെ വരുന്ന കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് തന്നെ ടെലിവിഷനിൽ നിന്ന് നമുക്ക് കോപ്പി ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്, പക്ഷെ അതിൽ നിന്നാലും ഡൗൺലോഡ് ചെയ്യുന്നതൊക്കെ ഒത്തിരി ശ്രമകരമായ കാര്യമാണ്. പക്ഷേ പത്രം നമുക്ക് വളരെ ഈസി ആയിട്ട് അതെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി സൂക്ഷിക്കുക എന്നുള്ളത് പത്രത്തിൻ്റെ ഒരു പ്രത്യേക സവിശേഷതയായിട്ട് പറയേണ്ട ഒന്ന് തന്നെയാണ്. Being a print medium, newspapers can be kept for future use. This archive ability makes newspapers one of the main sources of historical research. ഇത് ചരിത്രപരമായിട്ടുള്ള ഗവേഷണങ്ങൾക്കായിട്ട് സഹായകരമാകുന്നു. അടുത്തതാണ് ഉപയോഗിക്കുന്ന സമയത്തിൻ്റെ സൗകര്യം. റേഡിയോ, ടെലിവിഷൻ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വർത്തമാന പത്രങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വായിക്കാം. ടെലിവിഷനിലെ വാർത്തയൊക്കെ നമ്മൾ ആ സമയത്ത് പ്രസൻ്റ് ആയിരിക്കണം. നമ്മൾ ഫിസിക്കൽ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്ത് ആയിരിക്കണം ടെലിവിഷൻ ഇരിക്കേണ്ടത്. ആ സമയത്ത് നമ്മളവിടെ പ്രസൻ്റ് ആയിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ പത്രം നമുക്ക് വളരെ എളുപ്പത്തിൽ സൂക്ഷിക്കാം, നമ്മുടെ സൗകര്യം അനുസരിച്ച് അതെടുത്ത് വായിക്കുകയും ചെയ്യാം. ചിലർ പത്രപാരായണത്തിന് പ്രഭാത സമയങ്ങളാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ മറ്റു ചില സായാഹ്നങ്ങളിലാണ് ഇതിന് സമയം കണ്ടെത്താറുള്ളത്. ഈ സൗകര്യം പത്രങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കുന്നു. ചോയ്സ് ഓഫ് ദ ടൈം ഓഫ് യൂസ്. അൺലൈക്ക് ടെലിവിഷൻ ആൻഡ് റേഡിയോ, we can read newspapers at any time. Some read in the morning, while others in the evening after work. This facility increases the popularity of newspapers. അടുത്തതാണ് സാക്ഷരരുടെ മാധ്യമം, ദ ലിറ്ററേറ്റ്സ് മീഡിയം. റേഡിയോ, ടെലിവിഷൻ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അക്ഷരാഭ്യാസമുള്ളവർക്ക് മാത്രമേ പത്രങ്ങളെ മാധ്യമം എന്ന നിലയിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം നമുക്ക് ടെലിവിഷനിലേക്ക് നമുക്ക് ലിസൺ ചെയ്യും, കാണുന്നതിലൂടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നേരെ മറിച്ച് ഇതിലും ചിത്രങ്ങളൊക്കെ ഉണ്ട്, എന്നിരുന്നാലും അക്ഷരങ്ങൾ നമുക്ക് വായിക്കാനുള്ള അക്ഷരാഭ്യാസം നമുക്ക് വേണം. അൺലൈക്ക് ടെലിവിഷൻ ആൻഡ് റേഡിയോ, ന്യൂസ് പേപ്പേഴ്സ് ഡിമാൻഡ്സ് ലിറ്ററസി ഫ്രം ദി പാർട്ട് ഓഫ് ദി ഓഡിയൻസ്. അടുത്തതാണ് ചിലവ് കുറഞ്ഞ ഒരു മാധ്യമമാണ്. മറ്റു മാധ്യമങ്ങളെ അപേക്ഷിച്ച് പത്രങ്ങൾക്ക് വില കുറവാണ്. ഏതൊരാൾക്കും വാങ്ങാവുന്നത്, എവിടെയും ഉപയോഗിക്കാവുന്നതുമാണ്. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിക്കാനായിട്ട് വൈദ്യുതിയും നൂതന മാധ്യമങ്ങൾ ഉപയോഗിക്കാനായിട്ട് സാങ്കേതിക പരിജ്ഞാനവും ആവശ്യമാണ്. ലോ കോസ്റ്റ് എന്നതിൽ കമ്പയർഡ് ടു അതർ മീഡിയ, ന്യൂസ് പേപ്പർ ഈസ് എ കോസ്റ്റ് ഇഫക്റ്റീവ് മീഡിയം. എനിബഡി ക്യാൻ അഫോർഡ് എ ന്യൂസ് പേപ്പർ ആൻഡ് യൂസ് എവരിവെയർ. ഇലക്ട്രോണിക് മീഡിയ റിക്വയർ പവർ സപ്ലൈ ആൻഡ് ഇത് ന്യൂ മീഡിയ ഡിജിറ്റൽ ടെക്നോളജി മാത്രമല്ല, നമുക്ക് നെറ്റ് റീചാർജ് ചെയ്യണം, അതിന് വേണ്ടതായ പണം ആവശ്യമാണ്. നമ്മൾ ഒരു ദിവസത്തേക്ക് ഇത്ര GB ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ന്യൂസ് പേപ്പർ, അന്നത്തെ ന്യൂസ് പേപ്പർ നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും വായിക്കാം. വളരെ ചിലവ് കുറവാണ്. ഒരു 5-6 കൂടി വന്ന് 10 രൂപയ്ക്ക് നമുക്ക് അന്നത്തെ ദിവസത്തെ എല്ലാ വാർത്തകളും നമുക്ക് വളരെ എളുപ്പത്തിൽ വായിക്കാൻ പറ്റുന്നു. അവിടെ ഇലക്ട്രിസിറ്റി പോയാൽ തന്നെ നമുക്ക് വെളിച്ചത്തേക്ക് മാറിയിരുന്ന് വായിക്കുകയൊക്കെ ചെയ്യാം. നേരെ മറിച്ച് നമ്മുടെ ഫോണിലെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ അത് നമ്മൾ യാത്രയിലൊക്കെ ആയിരിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നേരെ കുറച്ച് പത്രം നമ്മൾക്ക് കയ്യിൽ സൂക്ഷിച്ച് എവിടെ വെച്ച് വേണമെങ്കിലും വായിക്കാൻ പറ്റുന്നു. അപ്പോൾ അതതിനൊരു ചിലവ് കുറവെന്നുള്ളത് വലിയൊരു സവിശേഷതയാണ്. അടുത്തത് അച്ചടിച്ച വാക്കുകളുടെ മാധ്യമം. ചിത്രങ്ങളും ഗ്രാഫിക്സും ഒക്കെ ഉണ്ടെങ്കിൽ അച്ചടിച്ച വാക്കുകളാണ് പത്രങ്ങളുടെ സത്ത്. ഇസ് എ ടെക്സ്ച്വൽ മീഡിയം. ടെക്സ്റ്റ് ഈസ് ദ സോൾ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് though they carry images and graphics. അടുത്തത് മൾട്ടിപ്പിൾ യൂസേഴ്സ്, ഒന്നിൽ കൂടുതൽ ഉപയോക്താക്കൾ. ഒരുപാട് വായനക്കാർക്ക് ഒരേ സമയം ഒന്നിച്ചോ അല്ലാതെയോ ഒരു പത്രം വായിക്കാം. നമുക്കറിയാം അതിൻ്റെ പേജസ് സ്പ്ലിറ്റ് ആയിട്ട് എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് പല ആളുകൾക്കത് വായിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇതും പത്രങ്ങളുടെ സവിശേഷതയാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. പ്രിഡോമിനൻസ് ഓഫ് ന്യൂസ് ഓറിയൻറ്റഡ് കണ്ടൻറ്റ്, റെഗുലർ പീരിയോഡിസിറ്റി, ഫ്യൂച്ചർ റെഫറൻസ് ഫെസിലിറ്റി, ചോയ്സ് ഓഫ് ദ ടൈം ഓഫ് യൂസ്,
the illiterates medium, low cost, textual medium and multiple users.